പ്രേമചന്ദ്രനെ ഒഴിവാക്കി RSP BA LDFിൽ എത്തിക്കാനാണ് CPMന്റെ പരിശ്രമം. ഇതെത്ര കണ്ട് വിജയിക്കും സർ? അങ്ങനെ പ്രേമചന്ദ്രനെ വിട്ടിട്ട് RSP Bയിലെ മറ്റ് നേതാക്കൾക്ക് ഷിബു ബേബി ജോണും PA അസീസും ഒക്കെ LDFിലേക്ക്, അതായത് പാർട്ടിയെയും കൊണ്ട് ഇടതുമുന്നണിയിലേക്ക് വരുമോ? ഇനി അങ്ങനെ വന്നാൽ പ്രേമചന്ദ്രൻ BJPയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ടോ? എനിക്ക് തോന്നുന്നു അദ്ദേഹം ഒന്ന് മൂളിയാൽ മതി, കേന്ദ്രമന്ത്രി സ്ഥാനം അദ്ദേഹത്തിന് വെള്ളിത്തളികയിൽ വെച്ച് നരേന്ദ്രമോദി സമ്മാനിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താണ് സാർ, ഈ RSPക്കുള്ളിൽ ഒരു കൊടുങ്കാറ്റടിക്കാനുള്ള സാധ്യതയുണ്ടോ? അല്ല, ഈ RSP എന്ന് പറയുന്ന ആ പാർട്ടിക്ക് ഇന്നത് അറിയുന്നുണ്ടെങ്കിൽ അത് NK പ്രേമചന്ദ്രൻ്റെ പേരിലാണ്. അതെ, അവർക്ക് ആകെ ഒരു ജനപ്രതിനിധിയേ ഉള്ളൂ, അത് NK പ്രേമചന്ദ്രൻ. മതിയല്ലോ, അത് മതി. ഞാൻ നോക്കിയിട്ട് കേരളത്തിൽ നിന്ന് പോയിട്ടുള്ളതിൽ പ്രഗത്ഭനായ MP, മികച്ച പാർലമെന്റേറിയനാണ്. അക്കാര്യത്തിൽ തരൂര് വേറൊരു തരത്തില. തരൂര് മണ്ഡലത്തെ നോക്കാതെ അദ്ദേഹത്തിൻ്റെതായ ഒരു പരിവേഷത്തിൽ ഇദ്ദേഹം അങ്ങനെയല്ല. അത് മാത്രമല്ല, മണ്ഡലം മാത്രമല്ല, വളരെ ജനകീയ വിഷയങ്ങൾ അദ്ദേഹം പഠിച്ച് കേരളത്തിന് മൊത്തം ഗുണം ചെയ്യുന്ന ഒരു MP ആണ്. എന്തിന്? രാജ്യമൊട്ടുക്ക് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന EPF എന്ന് പറയുന്ന എംപ്ലോയ്മെന്റ് പ്രൊവിഡന്റ് ഫണ്ട് പെൻഷൻ, അത് എത്ര ലക്ഷം പേരാണ് അതിനകത്തുണ്ടോയെന്നറിയാമോ? ആ പെൻഷൻ, മിനിമം പെൻഷൻ കൊടുക്കണമെന്ന് പറഞ്ഞ് വലിയ ചർച്ചയും കോടതി വിധിയും ഒക്കെ ഉണ്ടായി. ഇതിനെക്കുറിച്ച് പാർലമെന്റിൽ സംസാരിച്ചിട്ടുള്ള ഏക MP പ്രേമചന്ദ്രനാണ്. അദ്ദേഹത്തിന് മാത്രമേ ഇതിനെക്കുറിച്ച് കേരളത്തിൽ MPമാരിലും ബാക്കി ആർക്കും ഇതിനെക്കുറിച്ചൊന്നും ഇല്ല. എനിക്ക് പലപ്പോഴും സംശയം തോന്നാറുണ്ട്, ഈ ആന്റോ ആന്റണി അതുപോലെയുള്ള പലരും പാർലമെന്റിൽ തുറക്കുന്നത്, ശ്രീകണ്ഠൻ, അതുപോലെ കൊടിക്കുന്നിൽ സുരേഷ്, ഇവരൊക്കെ എന്തിനാണ് പാർലമെന്റിലേക്ക് പോകുന്നതെന്ന് പോലും ചിലപ്പോൾ നമുക്ക് സംശയം തോന്നും. കൊടിക്കുന്നില് 1-2 തവണയല്ലോ കേട്ടോ, 8 തവണ എന്തോ ആയി. 8 തവണ എന്ന് പറഞ്ഞാൽ വർഷം എത്ര? 40 വർഷം അല്ലേ? അതെ അതെ. അപ്പോൾ ഈ പ്രേമചന്ദ്രനെ അങ്ങനെ മാറ്റി നിർത്തി. പ്രേമചന്ദ്രന് LDFന് CPMന് അങ്ങോട്ട് ദഹിക്കത്തില്ല. പരനാറിയാണ്. പരനാറിന്ന് വിളിച്ചത് നമുക്കറിയാം. അതെ, പിണറായി വിജയനെ ആരെയൊക്കെയുണ്ട് വിളിക്കാത്ത? നികൃഷ്ടജീവി, കുലങ്കുത്തി, ഒക്കച്ചങ്ങാതി. എനിക്ക് തോന്നുന്നു മിക്കവാറും മലയാള ഭാഷയ്ക്ക് ഇങ്ങനെ പല പദങ്ങൾ സംഭാവന ചെയ്തത് ഇദ്ദേഹമാണോ എന്ന് തോന്നുന്നു. ചിന്താ പബ്ലിക്കേഷൻസ് ഒരു പുസ്തകം ഇറക്കണം, പിണറായിയുടെ പദനിഘണ്ടു എന്ന് പറഞ്ഞുകൊണ്ട്. മാധ്യമ സിൻഡിക്കേറ്റ്, അങ്ങനെ എന്തെല്ലാം പദങ്ങളുണ്ട്. എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഈ EMS ഏറ്റവും വലിയ സാഹിത്യകാരൻ കൂടിയാണ്, വലിയ സാഹിത്യ ചിന്തകളുള്ള. അദ്ദേഹത്തിൽ പോലും ഇത്രയും വലിയ പദസമ്പത്തൊന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പൊ ഈ പരനാറിന്ന് കൊല്ലത്ത് പോയി വിളിച്ചെങ്കിലും കൊണ്ടത് വേറെ വല്ലയിടത്ത് പോവാം. അതെ അതെ അതെ, പിണറായിയുടെ ലക്ഷ്യം അതായിരുന്നു. ലക്ഷ്യം അതായിരുന്നു. പണി ബേബിക്ക് കൊടുക്കാൻ വേണ്ടി ചെയ്ത പണിയാണത്. അതുകൊണ്ട് എന്ത് പറ്റി? 2014 ഭൂരിപക്ഷം 19-ൽ കൂടുന്നു, 19-നേക്കാൾ ഭൂരിപക്ഷം 24-ൽ കൂടുന്നു. 24-ൽ CPMകാർ കടന്ന നെട്ടോട്ടം ഓടിയില്ലേ പ്രേമചന്ദ്രനെതിരെ ഒരു സ്ഥാനാർത്ഥി വേണമെന്നും പറഞ്ഞ്. ആരുണ്ട്? ചിന്താ ജെറോമിന്റെ പേര് വരെ പറഞ്ഞു. എന്നിട്ട് ഒടുവില് ആരെ കിട്ടി? നല്ല തൊലിക്കട്ടിയുള്ള ഒരു നടനെ കിട്ടി. നടനാകുമ്പം തുള്ളാൻ പറഞ്ഞാൽ തുള്ളിക്കൂ, ആടാൻ പറഞ്ഞാൽ ആടിക്കൂ. മുകേഷിന് തന്നെ. മുകേഷ് വിചാരിച്ചെന്തോ CPM അങ്ങ് എടുത്തൊരു ഒരു ആഭരണം അങ്ങ് അണിയിക്കുകയാണെന്നാണ് വിചാരിച്ചത്. പോയി 8 നിലയിൽ പൊട്ടി. പ്രേമചന്ദ്രനെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ RSPക്ക് വ്യക്തമായ മേലുല്ലാസം ഉണ്ടാക്കിയിരിക്കുകയാണ്. 2014 AKI സെന്ററിൽ നിന്ന് പിണറായിയോട് വളരെ നേരെ നിന്ന് പറഞ്ഞിട്ടിറങ്ങുകയാണ് ചെയ്തത്. ആ ദേഷ്യം പിണറായിക്ക് ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ടാണ് പ്രേമചന്ദ്രനെ ഒഴിവാക്കിക്കൊണ്ട് RSP BA ഇങ്ങോട്ട് കൊണ്ടുവരിക എന്ന് പറയുന്നത്. എന്നിട്ട് ഇവർക്കാണെങ്കിൽ കൊല്ലം ജില്ലയിലെ 3 സീറ്റാണ് ലക്ഷ്യം. ചവറപുരം, ചവറ, കുന്നത്തൂര്. അത് നമുക്ക് എന്ത് പറഞ്ഞാലും ഉണ്ടല്ലോ, RSP എന്ന് പറയുന്നത് ഒരു കാലത്ത് എത്ര വമ്പന്മാരാണ്. തെക്കൻ കേരളത്തിൽ വളരെ ശക്തമായ അടിത്തറ ഉണ്ടായിരുന്ന പാർട്ടിയാണ്. ആലപ്പുഴ, കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിൽ. അമ്പലപ്പുഴയിലൊക്കെ അവർക്ക് നല്ല വേരോട്ടം ഉണ്ടായിരുന്നു. ശ്രീകണ്ഠൻ നായർ, അതെ, RS ഉണ്ണി, ബേബി ജോൺ, പങ്കജാക്ഷൻ,
ടി.കെ. ടി.കെ. ദിവാകരൻ. ദിവാകരൻ. ഈ 4-5 പേര് മതിയല്ലോ. എത്ര പ്രഗത്ഭന്മാരാണ് അവര് ഒക്കെ. സഭയിലുണ്ടായിരുന്ന കാലവും തന്നെ ഒരു വലിയൊരു പ്രതാപ കാലമായിരുന്നു എന്നുള്ളതാണ്. അതൊക്കെ പോയി. ഇവരുടെയൊക്കെ മക്കൾ വന്നു. ബേബി ജോണിന്റെ മകൻ ഷിബു ബേബി ജോൺ, ബാബു ദിവാകരന്റെ മകൻ ബാബു ദിവാകരൻ വന്നു. ഇങ്ങനെ പോകുന്നു. പക്ഷേ ഈ ഷിബു ബേബി ജോൺ 2011 ഉമ്മൻചാണ്ടി മന്ത്രിസഭയില് തൊഴിൽ വകുപ്പ് മന്ത്രി ആയിരുന്നു. അന്ന് ശക്തമായ VS തരംഗം ആഞ്ഞടിച്ചിട്ടും കൊല്ലം ജില്ലയിൽ ജയിച്ച 2 UDF 2 കാൻഡിഡേറ്റ്സേ ഉള്ളൂ. ഒന്ന് KB ഗണേഷ് കുമാർ പത്തനാപുരത്തെന്നും മറ്റൊന്ന് ചവറയെന്ന് ഷിബു ബേബി ജോൺ. ഈ പിന്നീട് വിജയംപിള്ള ആണ് അവിടെ നിന്ന് CPM സ്വതന്ത്രനായിട്ട്. പിന്നീട് അത് കഴിഞ്ഞിട്ട് വിജയംപിള്ളയുടെ മരണത്തെ തുടർന്ന് മകൻ ഡോക്ടർ സുജിത് വിജയംപിള്ള വിജയിച്ചു. പക്ഷേ ഈ 2021 വന്ന് വിജയിച്ചത് വെറും 1000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ്. അപ്പോൾ ഇവരെ എങ്ങനെ തട്ടിക്കൊണ്ടുപോകും എന്നാണ് കണക്ക് കൂട്ടുന്നത്. ഇവരെ നോട്ടമിടുന്നത് എന്തെന്നറിയാമോ? പ്രേമചന്ദ്രൻ കാരണം കൊല്ലത്ത് CPM-ന്റെ അടിത്തറ ഇളകിപ്പോയി. അതിൻ്റെ കൂടെ CPM-ന് വേറൊരു ദോഷം കൂടെ സംഭവിച്ചു. കൊല്ലത്ത് മുകേഷിനെ പിടിച്ച് സ്ഥാനാർത്ഥിയാക്കി. 2 തവണയും ജയിച്ചു. കോൺഗ്രസ് അവിടെ ദുർബലമായത് കൊണ്ട് പറ്റിയതാണ്. അവിടെ ബിന്ദു കൃഷ്ണ ആയിരുന്നു നിന്നത്. ബിന്ദു കൃഷ്ണനെ തോൽപ്പിക്കാൻ വേണ്ടി കോൺഗ്രസ് 2016 കൊല്ലത്ത് 2011 ബിന്ദു ചാത്തന്നൂർ മത്സരിച്ചു. ബിന്ദു കൃഷ്ണയെ തോൽപ്പിക്കാൻ വേണ്ടി കോൺഗ്രസ്സുകാർ ചെയ്തതാണ്. അവസാനം എന്ത് പറ്റുന്നു? മുകേഷ് ജയിച്ചു പോയി. 2021 കൊല്ലത്തെ വോട്ടർമാർ തലേ കൈവച്ച് വിളിച്ചു, ഇത് തോക്കണേ എന്നും പറഞ്ഞു. വീണ്ടും മുകേഷിന്. പക്ഷേ 2000 വോട്ടിന്റെ വ്യത്യാസമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് കൊല്ലം എന്തായാലും ഇനി മുകേഷിന്റെ കൈ കൊടുക്കത്തില്ല. മുകേഷിന് പാർട്ടി ടിക്കറ്റ് കൊടുക്കത്തുമില്ല ഒരിടത്തും. അപ്പോൾ ഈ 2 തരത്തില് CPM-ന്റെ അടിത്തറ ഇളകി. പ്രേമചന്ദ്രന്റെ ഗംഭീരമായ പ്രവർത്തന രീതിയും മുകേഷിന്റെ കഴിവുകേടും കൊണ്ട് പാർട്ടി ആകെ കൂടെ തളർന്ന് തരിപ്പണമായി. അങ്ങനെ വരുമ്പോൾ ഈ RSPയെ പ്രേമചന്ദ്രനെ അങ്ങോട്ട് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടാണ്. അതെ, കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇവർക്കിപ്പോ കൊടുത്തിരിക്കുന്ന ചവറ, കുന്നത്തൂർ, ഇരവിപുരം, ആറ്റിങ്ങലും മട്ടന്നൂർ, ഇങ്ങനെ 5 സീറ്റുകൾ. മട്ടന്നൂർ എന്തിനാണ് അവർക്ക് കൊടുത്തതെന്ന് മനസ്സിലാകുന്നില്ല. കെട്ടിവെച്ച് പൈസ കിട്ടും. അതെ. KK ശൈലജ കഴിഞ്ഞ തവണ 55,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് അവിടെ വലിയ ഭൂരിപക്ഷത്തിലാണ് കേരളത്തില് വിജയിച്ചത്. അത് അല്ലെങ്കിൽ EP ജയരാജനായാൽ പോലും അവിടെ നിന്ന് വൻ ഭൂരിപക്ഷത്തിലാണ് കിട്ടുന്നത്. പക്ഷെ കഴിഞ്ഞ ഇടയ്ക്ക് നടന്ന മുനിസിപ്പാലിറ്റി തെരഞ്ഞെടുപ്പില് അവിടെ കോൺഗ്രസ് അല്പം കടന്നുകയറ്റം ഉണ്ടാക്കി. ഈ തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിന് ശേഷം ആയിരുന്നു അവിടെ ആ മുനിസിപ്പൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. അപ്പൊ ഇവിടെ ഇപ്പൊ എത്ര പേരെ ഇവർ കൊണ്ടുപോകും? ഈ ഷിബു ബേബി ജോണിനെ കൊണ്ടുപോയി എന്നുള്ളതാണ്. അല്ലാതെ വേറെ എത്ര സീറ്റ് കൊടുക്കുമെന്നുള്ളതോ അറിയത്തില്ല. കാരണം UDF-ല് ഘടകകക്ഷികളുടെ എണ്ണം ഇനി കൂടിക്കൊണ്ടിരിക്കും. പിന്നെ ഭരണവിരുദ്ധ തരംഗം നിൽക്കുന്നത് കൊണ്ട് RSPക്ക് LDF-നെയും വരും എന്നുള്ള കണക്കുകൂട്ടലോ ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് അങ്ങനെ അത്ര പെട്ടെന്ന് RSPB അങ്ങനെ ഒരു തീരുമാനം എടുക്കത്തില്ല എന്നുള്ളതാണ്. അപ്പൊ എന്തായാലും ഇവരെന്തായാലും അതിന് റാഞ്ചാൻ, ഇവർക്കൊക്കെ ഒരു ഇടതുപക്ഷ സ്വഭാവം ഉണ്ടല്ലോ. RSPക്ക് ആയാലും CMBക്കും ഒക്കെ ഇടത് ചായ്വുള്ളതാണ്. അപ്പോൾ പോകുമോ ഇല്ലയോ എന്നുള്ളതൊന്നും അത് വ്യക്തമായി പറയാൻ പറ്റുന്നില്ല. പക്ഷെ സാധ്യത കാണുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.